ഹലോ ഗായ്സ്, സോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നാട്ടിലെത്തിയിട്ട് ഇറ്റ് ഇസ് സെക്കൻഡ് ഡേ ആൻഡ് സോ ഇപ്പോൾ ഓൾമോസ്റ്റ് 9:10 ആയിട്ടുണ്ട് സമയം. ഞാൻ എഴുന്നേറ്റത് വളരെ നേരത്തെയാണ്. ഒരു എങ്ങനെ പോയാലും ഒരു 5 സംതിങ് ഒക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. കാരണം ടൈം ഡിഫറൻസ് ആൻഡ് ജെറ്റ് ലാഗ് ആണോന്നൊന്നും അറിയുന്നില്ല. ഒരു 7-8 മണിയാകുമ്പോൾ ഇവിടുത്തേക്ക് 7-8 മണിയാകുമ്പോഴത്തേക്കും ഡൗൺ ആയി പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ടൈം ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് എന്നുള്ളത്. ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ലോങ് ഡിസ്റ്റൻസ് റിലേഷനിൽ. ഇപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഓക്കെ. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം ആൻഡ് അതിനുശേഷം ഒന്ന് കൽപ്പറ്റ പോകണം. കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ആൻഡ് അതിനുശേഷം നമുക്ക് നൈറ്റ് ഫാമിലി ആയിട്ടൊരു മൂവിക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് പോവാം. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ പഴയ ചുരിദാറുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ജീൻസ് ഇടാനുള്ള ഒരു പ്ലാനും ഇല്ല, ബിക്കോസ് എനിക്ക് ഇട്ടിട്ട് മടുത്തിട്ടുണ്ട്. സോ ഇനി കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ചുരിദാർസൊക്കെ ഇട്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സോ ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെയാണ്. നമുക്കപ്പോൾ അമ്പലത്തിലേക്ക് പോകാം. എൻ്റെ അനീത്തിനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ മടുത്തു. 10 മണി സമയം നമുക്ക് പോവാം കേട്ടോ. പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മ നല്ല ചൂട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുട എടുത്തിട്ടില്ല. നല്ല ചൂട്, പക്ഷെ അവിടുത്തെ അത്ര ചൂടില്ല. ആ പൊള്ളുന്ന ചൂടൊന്നുമില്ല അവിടുത്തെ ചെയ്തോണ്ട്. എനിക്കിവിടെ രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പ്. ലിറ്ററലി നമ്മൾ മടിച്ചിരുന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടുമായി. പക്ഷെ സാരമില്ല, കറുത്താലും കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയിട്ട് വെളുക്കാം. ഇനിയിപ്പോൾ അവിടെ വിൻ്റർ സീസണാണ്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വെളുക്കാം. അപ്പോൾ ഓണെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഈ ഒരു വീക്ക് മാക്സിമം അടിച്ചു വിളിക്കാം. ചന്ദനക്കുരയൊക്കെ തൊട്ടിട്ടായാലും ക്യൂട്ട്, പ്രീറ്റി, റൈറ്റ്? ഞാൻ തന്നെ പറഞ്ഞു. പ്രീറ്റി മനു മോ. സോ ഇവൻ ചന്ദനം വെച്ചിട്ടുണ്ടോ? ആ മുടി ഒന്ന് നോക്ക്, ഒന്ന് നോക്ക് പ്ലീസ് ഒന്ന് നോക്കണോ. അമറിന്റെ പൈസ വെച്ചിട്ടാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഇന്ന് അൽറീമല്ല, ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി. മെമ്മറീസ് ഈ ബസ്സിൽ. ഇതിലായിരുന്നു ഞാൻ +1 +2 എല്ലാം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ബസ് വരുന്നുണ്ട്, നമുക്ക് ബസ് കയറാൻ പോവാം. കാണൂല, ആർക്കും ഇത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. ലിറ്ററലി ഗൈസ് എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഭയങ്കര എന്ത് യൂസ് ചെയ്താലും അതുകൊണ്ട് അപ്പോൾ നാട്ടിലെത്തി നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹെയർ കട്ടൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, ബട്ട് അൺഎക്സ്പെക്റ്റഡ്ലി അമ്പലത്തിലൊക്കെ പോയപ്പോഴത്തേക്കും തോന്നി ഒന്ന് വൃത്തിയാവാമെന്ന്. ബിക്കോസ് നല്ല രീതിക്ക് കോലം കെട്ടിട്ടാണ് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീട്ടുകാരുടെ അടുത്തുനിന്നും നാട്ടുകാരുടെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും മെലിഞ്ഞു ശീലിച്ചു കറുത്ത് ഇങ്ങനെ വരരുതെന്ന് മാത്രമാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോഴായിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ഫുഡ് ഞങ്ങൾക്ക് നാട്ടിലെത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായി തന്നിട്ടുണ്ടായിരുന്നെന്ന് അറിയും. മെലിഞ്ഞിട്ട് പോയതുകൊണ്ടുള്ളതാണോ എന്നറിയില്ല, അത്രത്തോളം ലക്ഷറി ആയിരുന്നു ഫുഡിൻ്റെ കാര്യത്തിലൊന്നും. ആൻഡ് ഇവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ ഞാൻ വീണ്ടും വരാം. ബൈ.